പാട്രിയോട്ട് മൂവി കണ്ടിരുന്നു ട്ടോ. അതില് ഒരു ഗവൺമെന്റ് സ്കീം വഴി സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനി അവരുടെ തന്നെ ഒരു സ്പൈ ആപ്പ് ഈ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യും. അതുവഴി ഈ ലാപ്പ് യൂസ് ചെയ്യുന്ന, അതായത് അത് ഓൺ ചെയ്യുന്ന ആളുടെ ഒരു പ്രൈവറ്റ് ലൈഫിലോട്ട് ആക്സസ് കിട്ടുകയും ചെയ്യുന്നതാണ് അതിന്റെ തീം. പക്ഷെ ഇത് ഫിലിമിൽ മാത്രമുള്ളതാണ് അല്ല. നമുക്കറിയാം നമ്മളുടെ ഇടയിലും ഉണ്ട് ഇതിങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതുമ്പോൾ ഡിസിഷൻസ് എടുക്കുന്ന പല ഏജൻസീസും ഓർഗനൈസേഷൻസും നമുക്കിടയിലുണ്ട്, നമുക്കറിയാം. പക്ഷെ അത് കൂടുതലും ആവശ്യം വരാതെ ഗവൺമെന്റിനും ഡിഫൻസിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും ഹോസ്പിറ്റൽസിനൊക്കെ വേണ്ടിയിട്ടാണ്. അവർ പല കാര്യങ്ങൾക്കായിരിക്കും, ഇപ്പോൾ ക്രൈം ഡിറ്റക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ട്രെൻഡ് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ റിയൽ ലൈഫില് ഇങ്ങനെ ലാപ്പിലോ ഫോണിലോ ഒളിച്ചു കയറി അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ്, നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ, അതിലൂടെ തന്നെ ഈ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്ന ഓർഗനൈസേഷനിൽ ഏറ്റവും പവർഫുൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? പെലാൻറ്റിയർ. $300 ബില്യൺ വാല്യൂ ഉള്ള ഒരു അമേരിക്കൻ ഏജൻസി. ചെറിയ ചെറിയ ക്ലൂസ് കണ്ടെത്തി അതിൽ നിന്ന് വാട്ട് വുഡ് ബി യുവർ നെക്സ്റ്റ് പ്ലാൻ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ് ഈ സൂപ്പർ സീക്രട്ട് ഒബ്സർവിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി. അതായത് നിങ്ങൾ ഈ ഫിൽറ്റേഴ്സിലും ഡോപ്പമിൻ ആപ്സിലൊക്കെ ബിസി ആയിരിക്കുന്ന സമയത്ത് പാലന്റിയർ ശാന്തമായി കയറി ഇറങ്ങുന്നത് ബാങ്കിങ് സിസ്റ്റം, ടെലികോം നെറ്റ്വർക്ക്സ്, എയർപോർട്ട്, CCTV, സോഷ്യൽ മീഡിയ ഡാറ്റ, മെഡിക്കൽ ഡാറ്റ, ഇതിലൊക്കെയാണ്. സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് ഇതില്ലാതെ സ്പൈ വർക്ക് നടത്താൻ പറ്റില്ല. പെന്റഗണ് ഇതില്ലാതെ യുദ്ധം നടത്താൻ പറ്റില്ല. വാൾ സ്ട്രീറ്റിന് ഇതില്ലാതെ ട്രേഡും നടത്താൻ പറ്റില്ല. എന്നാൽ കൂടി 90% ഓഫ് ദ പോപ്പുലേഷന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നതാണ് റിയാലിറ്റി. ഇതിന്റെ പ്രോഫിറ്റ് മേജർ ആയിട്ട് വരുന്നത് ബിഹേവിയർ സർവൈലൻസിലൂടെയാണ്. അതായത് നിങ്ങളുടെ ഗ്രോസറി റിസീറ്റിലൂടെ, നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിലൂടെ, നിങ്ങൾ ജോഗിങ്ങിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റൂട്ട് മാറ്റി പിടിക്കുന്ന പോലെ, അതായത് ജസ്റ്റ് അൺഎക്സ്പെക്ടഡ് സഡൻ ചേഞ്ച്, അതായത് ബിയോണ്ട് നോർമൽ എന്തും എക്സ്ട്രാ ഓർഡിനറീസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ട്രാക്ക് ചെയ്ത് അലേർട്ട് ആയിട്ട് ഗവൺമെന്റ് ഡാഷ്ബോർഡിന് സെൻഡ് ചെയ്യും. സോ ഇതൊരു ഓൾ സീയിങ് ഐ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ വായിക്കാൻ കഴിയുന്ന ബ്രെയിനാണ്.